ഒരു മിനി പാർക്ക്, സ്വന്തമായിട്ടൊരു മിനി പാർക്കുണ്ട് ഈ അംഗനവാടിക്ക്. അപ്പോൾ മഴയായാലും ഇപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് മഴയായാലും വെയിലായാലും ഒക്കെ കൊച്ചുങ്ങൾക്ക് പാർക്കിൽ കളിക്കുന്നത് പോലെ. അപ്പോൾ അവർ പിള്ളേർക്ക് അതൊക്കെയാണല്ലോ, കളികളാണല്ലോ ഇഷ്ടം. പ്ലേ ചെയ്യാനുള്ള ഈ ഐറ്റംസ് ഒക്കെ വന്നേ പിന്നെയാണ് ഇപ്പോൾ താല്പര്യം കൂടുതൽ. കളിക്കാൻ പോകണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും വന്നത്. പിന്നെ വാശിയൊക്കെ കുറച്ച് കുറഞ്ഞു, വാശി പിടിച്ച് കരയിലൊക്കെ കുറഞ്ഞു. So this outdoor play spaces, wherever we are providing, we have provided with soft material called DPDM. And wherever this terrace area was free and there is no space outside, we have utilized the well spaces of that area. ഒരു പ്രൊജക്റ്റും തനിയെ നിൽക്കുമ്പോൾ അതിനൊരു സക്സസ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. നമ്മൾ ഏത് ഏരിയയാണോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ആ ഏരിയയിലെ നൈബർഹുഡിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മളൊരു യോഗം ചേരുകയും ആ യോഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഡിസൈൻ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് അവരുടെ സജഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് എത്രമാത്രം നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യിക്കാമെന്നും അതിനെ ആ ഇൻവോൾവ്മെൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ ഒരു എക്സിക്യൂഷനിലേക്ക് പോയത്. നമ്മുടെ ഈ പ്രദേശവാസികളായ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റി എടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് CSM ഏറ്റെടുത്തത്. It has been transformed into a very useful space, a very ഈ പറയുന്ന പോലെ വെരി ജോയസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ. എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ഞാൻ എണീക്കുന്നത് തന്നെ ഇവിടുത്തെ എക്സസൈസിൻ്റെ സൗണ്ടുകൾ കേട്ടിട്ടാണ്, പിള്ളേരുടെ ബഹളവും. അപ്പോൾ ഇറ്റ് ഈസ് റിയലി നൈസ്. A city which cannot cater to its child rights, which cannot think about its children, cannot survive. That is why we have shouldered with many other agencies. We have tried to let the children of small ages walk on its streets, play safely,